28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് തിരശ്ശീല വീഴുമ്പോൾ പ്രേക്ഷക മനസ്സു കീഴടക്കിയ നിരവധി ചിത്രങ്ങളാണ് തിരശ്ശീലയിൽ തെളിഞ്ഞത്. അതിൽ ഒരുപിടി മലയാള സിനിമകളും ഇടം പിടിച്ചിരുന്നു എന്നത് അഭിമാനകരമാണ്. മലയാള സിനിമയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന സിനിമകളായിരുന്നു ഇത്തവണത്തെ ചലച്ചിത്രമേളയിൽ ഉൾക്കൊള്ളിച്ചത്. മലയാള ചിത്രങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യതയും വലുതാണ്. 25 മലയാള ചിത്രങ്ങളാണ് വ്യത്യസ്ത വിഭാഗങ്ങളിലായി മേളയിൽ ഇടം പിടിച്ചത്. മലയാളം, സിനിമ ടുഡേ, ഹോമേജ്, റീസ്റ്റോർഡ് ക്ലാസിക്സ്, കാലിഡോസ്കോപ്പി വിഭാഗങ്ങളിലായിരുന്നു പ്രദർശനം. ജിയോ ബേബി സംവിധാനം ചെയ്ത സ്വവർഗാനുരാഗികളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളും സങ്കീർണതകളും പങ്കുവയ്ക്കുന്ന ചിത്രം കാതലാണ് മേളയിൽ പ്രേക്ഷക പ്രീതിയിൽ മുന്നിൽ. ആനന്ദ് ഏകർഷിയുടെ ആട്ടവും മേളയിലെ ആകർഷക ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. 2 ദിവസമല്ല ഞാൻ ഫോൺ ചെയ്ത് കേട്ട് ഫോൺ എടുത്തോ, എനിക്ക് എന്നോട് പറയാറുന്നില്ലേ? 3 മാസം ഒരു യൂറോപ്പ് ട്രിപ്പ് പോകാൻ റെഡിയായി. നീ മാത്രമല്ല, നമ്മുടെ ഗ്രൂപ്പ് ഫുള്ള്. നമ്മുടെ നാടകം ഇന്റർനാഷണൽ ആയടാ, ഇന്റർനാഷണൽ. സുനിൽ മാലൂർ സംവിധാനം ചെയ്ത വാലസൈ പറവകൾ, ശാലിനി ഉഷാദേവിയുടെ എന്നെന്നും, പ്രശാന്ത് വിജയുടെ ദായം, റിനോഷന്റെ ഫസ്റ്റ് 5 ഡേറ്റ്സ് എന്നീ ചിത്രങ്ങളും, നീലമുടി, ആപ്പിൾ ചെടികൾ, B32 മുതൽ 44 വരെ, ആനന്ദ്, മൊണാലിസ, മരണവും കാത്ത്, ഓ ബേബി, ഇംഗ്ലീഷ് മലയാളം ഭാഷകളിലായി ഒരുക്കിയ ഷെർസാദെ എന്നിവയും മേളയിലെ ചലച്ചിത്ര പ്രേമികളുടെ പ്രിയ മലയാള സിനിമകളായി മാറിക്കഴിഞ്ഞു. ജയ, ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ചു. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയത്. മൺമറഞ്ഞ പ്രതിഭകൾക്ക് ആദരമർപ്പിക്കുന്ന ഹോമേജ് വിഭാഗത്തിൽ റാംജി റാവു സ്പീക്കിംഗ്, പെരുമഴക്കാലം, യവനിക തുടങ്ങിയ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരുന്നു. KG ജോർജിന്റെ സ്മരണയ്ക്കായി മേളയിൽ പ്രദർശിപ്പിച്ച യവനിക, G അരവിന്ദന്റെ വാസ്തുഹാര, PN മേനോന്റെ ഓളവും തീരവും എന്നീ ചിത്രങ്ങളെ നിറഞ്ഞ കയ്യടിയോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. റീസ്റ്റോർഡ് ക്ലാസിക്സ് വിഭാഗത്തിൽ AK ലോഹിതദാസിന്റെ ഭൂതക്കണ്ണാടിയും പ്രദർശിപ്പിച്ചു. മത്സര വിഭാഗത്തിൽ മലയാളത്തിൽ നിന്നുള്ള ഫാമിലി, തടവ് എന്നീ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. പേര് ഗീത. മുഴുവൻ പേര് പറയൂ. എല്ലാത്തിനുമപ്പുറം സമൂഹത്തിൽ നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥകൾക്കെതിരെ മാറ്റത്തിന്റെ വിരൽ ചൂണ്ടുന്ന മലയാള സിനിമകളായിരുന്നു ഇത്തവണ അഭ്രപാളിയിൽ തെളിഞ്ഞത്. ചലച്ചിത്രോത്സവം അവസാനിച്ചാലും മലയാള സിനിമ മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾക്ക് സമൂഹം ഉത്തരം തേടിക്കൊണ്ടേയിരിക്കും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.